നീ എവിടെ? കുഴപ്പമില്ലടാ, ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് റോഡിൽ അത്യാവശ്യം ആളുണ്ട്. നിനക്കിനി എന്നാ ഓഫ്? ഒരു കാര്യം ചെയ്യ്, നീ ചൊവ്വാഴ്ച എടുക്കാൻ പറ്റുമോ നോക്ക്. കുറേ നാളായില്ലേ, നമുക്ക് ദുബായിലൊക്കെ ഒന്ന് പോവാം. നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ട്, ഒന്ന് കറങ്ങുകയും ചെയ്യാം. നീ ഒരു കാര്യം ചെയ്യ്, നോക്കിയിട്ട് വിളി. പാസഞ്ചറേ. एयरपोर्ट में जाओ भाई. മലയാളിയാണല്ലേ? അതെ. നാട്ടിലേക്കാണോ? ഏതാ ഫ്ലൈറ്റ്? എയർ ഇന്ത്യ. നാട്ടിലെവിടെയാ? ഞാൻ കുന്നമംഗലം. കുന്നമംഗലം. അപ്പോൾ കോഴിക്കോട് എയർപോർട്ടാ അല്ലേ? അതെ. പേരെങ്ങനെ? എൻ്റെ പേര് വിവേക്. വിവേക്. ഹലോ. ബായ്. ഇല്ല, ഞാൻ പോയിക്കൊണ്ടിരിക്കുക. ടാക്സിയിലാ. അതെ അതെ. ഉണ്ട്, എടുത്തിട്ടുണ്ട്. ഇല്ലില്ല, ഞാൻ എത്തുമ്പോൾ വിളിക്കാം. ഓക്കെ ഓക്കെ. ഇവിടെ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാനിവിടെ ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനിയിലാണ് പ്ലംബറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്ലൈറ്റിനൊക്കെ കൊടുക്കാത്ത ചാർജാണല്ലോ. പ്രത്യേകിച്ച് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ നാട്ടിലേക്ക് പോകാൻ? ഇല്ല, ഞാനൊരു 3 ദിവസത്തേക്കാണ് പോകുന്നത്. ഓഹോ, കൊള്ളാമല്ലോ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് റോയ്. നാട്ടിലെവിടെയാ? നാട് മാവേലിക്കര. ഹലോ. നൗഷാദ് ഭായ്. അതെ, ഞാൻ പോയിക്കൊണ്ടിരിക്കുക. അതെ, പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേ? അല്ല, എയർപോർട്ടിൽ ആരെയും കാണണമെന്ന് പറഞ്ഞ പേര് പറഞ്ഞില്ലല്ലോ. ആണോ? ഓക്കെ. ഇല്ല ഇല്ല, ആദ്യമായിട്ടേ കൊണ്ട് ചെറിയൊരു ടെൻഷനുണ്ട്. ഓക്കെ, എന്നാൽ ഞാൻ എയർപോർട്ടിൽ എത്തിയിട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ. നിങ്ങളുടെ ഈ ടെൻഷനൊക്കെ കാണുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പുള്ള എന്നെ എനിക്ക് ഓർമ്മ വരുന്നത്. 8-9 കൊല്ലം മുമ്പാ. വീട്ടിലെ പ്രാരാബ്ധങ്ങൾ മാറ്റാൻ വേണ്ടിയാണ് ഗൾഫിലേക്ക് വണ്ടി കയറിയത്. ഉദ്ദേശിച്ച ജോലിയൊന്നും കിട്ടിയില്ല. കുറേ അലഞ്ഞിട്ട് ഒരു കടയിലൊരു ചെറിയ ജോലി കിട്ടി. അന്ന് മുതലേ ലൈസൻസ് എടുക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഓരോ ഫീൽസും കൂട്ടി വെച്ച് ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിന് ചേർന്നു. നമ്മുടെ തലവര നല്ലതായതുകൊണ്ട് കുറേ തവണ തോറ്റു, കുറേ കാശും ആ വഴിക്ക് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അനിയത്തിക്കുട്ടിക്കൊരു കല്യാണാലോചന വന്നത് നാട്ടിൽ. വീട്ടുകാർക്കും സ്വന്തക്കാർക്കും അത് നടത്തണം. ഗൾഫുകാരൻ്റെ പെങ്ങളല്ലേ, കുറയ്ക്കാൻ പറ്റൂ. എൻ്റെ കയ്യിലാണ് 100 ദിർഹംസ് തയ്ച്ചെടുക്കാനില്ല. അപ്പോഴാണ് നമ്മുടെ കഫറ്റേരിയക്കാരൻ ജമാലിക്കയുടെ കെയർ ഓഫിൽ ഒരു കാസർഗോഡുകാരൻ ലത്തീഫിനെ പരിചയപ്പെട്ടത്. അയാളുടെ കുറച്ച് സ്വർണം നാട്ടിലെത്തിക്കണം, ഒരു 10 കിലോ ഗോൾഡ്. അത് സേഫായിട്ട് നാട്ടിലെത്തിച്ചാൽ 2 ലക്ഷം രൂപ കമ്മീഷൻ തരാമെന്ന്. ഒരേ ഒരു പെങ്ങളല്ലേ, ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല.
ആ സ്വർണ്ണമായിട്ട് ഷാർജ എയർപോർട്ടിൽ നിന്ന് കൊച്ചി എയർപോർട്ടിലേക്ക് പോയി. നമ്മുടെയൊക്കെ സമയം നല്ലതായതുകൊണ്ട് കൊച്ചി വെച്ച് കസ്റ്റംസ് കയറി പിടിച്ചു. പെങ്ങടെ കല്യാണം നടത്താൻ പോയ ഞാനങ്ങനെ കള്ളക്കടത്തുകാരനായി. പത്രത്തിൽ വലിയ കോളം വാർത്ത വന്നു. കുറേ നാൾ ജയിലിലും കിടന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം നാട്ടിൽ നിൽക്കാൻ പറ്റാതെ ഞാൻ ബോംബെക്ക് കടന്നു. കുറേ നാളുകൾക്ക് ശേഷം ഒരു വിസ കിട്ടി. ഈ അടുത്ത് ഞാൻ ഇങ്ങോട്ട് വീണ്ടും വന്നു. എന്താ ബോറടിച്ചോ എൻ്റെ കഥ കേട്ടിട്ട്? ഏയ് ഇല്ല. ചേട്ടാ വണ്ടി തിരിച്ചു വിട്ടോ, നമുക്ക് തിരിച്ചു പോവാം. എന്തു പറ്റി? ഒന്നുമില്ല, നമുക്ക് പോവാം. ഹലോ നൗഷാദ് ഭായ്, ഞാനാ. ഭായ് എനിക്ക് പോകാൻ പറ്റിയില്ല. എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സോറി, എൻ്റെ കുഴപ്പമാണ്. ഭായ് പേടിക്കണ്ട, ഞാൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് വരാം, ബാഗ് എടുത്ത് തരാം. നിങ്ങൾ എന്തൊക്കെയാണ് ഭായി പറയുന്നത്? എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് അന്നേ പറഞ്ഞല്ലേ, എന്നിട്ട് ഇപ്പോ സോറി, എനിക്ക് ചെയ്യാൻ പറ്റില്ല ഈ പണി. ഞാൻ അങ്ങോട്ട് വരാം. ചേട്ടാ എന്നെ അടുത്ത പാർക്കിങ്ങിൽ വിട്ടോ, ഫ്രണ്ട്സ് വന്ന് കൂട്ടിക്കോളൂ. ഓ, താങ്ക്സ് ചേട്ടാ. അച്ഛൻ്റെ അമ്മയുടെ ഒറ്റ മകനായ ഞാൻ കഴിഞ്ഞ 12 വർഷമായി അബുദാബിയിലൂടെ ടാക്സി ഓടിച്ച് കഴിയുന്നു. എനിക്ക് എന്ത് പെങ്ങൾ, എന്ത് സ്വർണ്ണക്കടത്ത്, എന്ത് മുംബൈ, ചുമ്മാ.